ശ്രീ ജയ ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, ഈ പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ട് UDF തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ച് അത് സ്വർണ്ണപ്പാളി വിഷയം ചർച്ചയാക്കാൻ തന്നെ ഉപയോഗിച്ചതാണ്. കേരളത്തിൽ അങ്ങനെ ഒട്ടേറെ പാട്ടുകൾ, അത് അയ്യപ്പ ഭക്തിഗാനമായാലും അല്ലാത്ത ഭക്തിഗാനങ്ങളായാലും സിനിമാ പാട്ടുകളൊക്കെ പലതരത്തിലുള്ള പാരഡികളായി എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ഉപയോഗിച്ചിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ഒരു വികാരം ഇന്നിപ്പോൾ CPM നേതാക്കൾക്ക് തോന്നാൻ കാരണം എന്താണ്? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ, ഇത് നമ്മള് സംസാരിക്കാതെ തന്നെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാകത്തില്ല അവര് തോറ്റതിന്റെ ജാള്യതയാണ്. അവർക്ക് തോറ്റു കഴിഞ്ഞപ്പം പോറ്റിയെ കയറ്റിയെ ഒക്കെ വലിയ വിഷമമായി പോയി. അതൊന്നും വലിയൊരു വിഷയമല്ല. കേസ് കൊടുത്താലും അതിനൊന്നും ഒരു കാര്യവും ഇല്ല. ഇതിനേക്കാൾ വലിയ പാരഡികൾ ഇതിനു മുമ്പേ നടത്തിയിട്ടുണ്ട് അല്ലേ LDF-കാര്. അന്നൊന്നും UDF-കാർ ഒരു പരാതിക്കും പോയില്ലല്ലോ. ഈ രാജു എബ്രഹാം ഒക്കെ നല്ല ഒരു നേതാവാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ ചിരി വരെയാണ്. അതുകൊണ്ട് ഇതിന് അസഹിഷ്ണുത അവർക്ക് തോറ്റതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കാര്യമായിട്ട് ഒന്നുമില്ല. അയ്യപ്പനും ഒരു കുഴപ്പവും ഇല്ല, അയ്യപ്പന്റെ ഭക്തർക്കും ഒരു കുഴപ്പവും ഇല്ല. അതിനകത്ത് അയ്യപ്പനെ ഒരു ദുഷിച്ചും പറഞ്ഞിട്ടില്ല. ഭക്തർക്ക് കലിപ്പുണ്ടാവാനായിട്ടുള്ള ഒരു വാക്കുകളും അതിനകത്തില്ല കിരണേ. ശരി, ജയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഇതേ മുരളിയാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഇതേ മുരളി, താങ്കൾക്ക് എന്താ തോന്നുന്നു? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എക്കാലവും ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു പക്ഷമാണ് ഇടതുപക്ഷം. അങ്ങനെ ഒരു ഇടതുപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാവാൻ ഈ പാട്ട് കാരണമായെന്നോ മറ്റോ തോന്നല ഉള്ളതുകൊണ്ടാവണമെന്നറിയില്ല. പക്ഷേ ഇത് മതവികാരം എണ്ണപ്പെടുന്നതാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മതമൗലികവാദികൾ പറയുന്നത് പോലെ പറയുന്നത് ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? സാറേ നമസ്കാരം. നമസ്കാരം സാറേ, പോറ്റിയെ കയറ്റിയെ എന്ന പാട്ടിനകത്ത് യാതൊരു മതവികാരവും ഇല്ല, ദൈവവിശ്വാസത്തിന് എതിരെ ഉള്ള വാക്കുകളൊന്നും അതിനകത്തില്ല. അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയെ കുറിച്ചാണ് അത് പ്രതിപാദിക്കുന്നത്. അപ്പോ ആ പാട്ടിനെ നിരോധിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളത് പറയുന്നുണ്ടല്ലോ. നമ്മൾ പറയുമ്പോൾ അത് തെറ്റില്ല, അത് പാടുമ്പോൾ തെറ്റാണെന്ന് പറയാൻ എന്ത് വിരോധാഭാസമാണ്? CPM-ന് യഥാർത്ഥത്തിൽ എന്തുവാ സംഭവിക്കുന്ന കേരളത്തിൽ, എന്തുവാ അവർ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യ. ഇങ്ങനെ ഒരു കേസായിട്ട് കോടതി ചെന്ന് കഴിഞ്ഞാൽ അവരെടുത്ത് ദൂരെ കളയത്തില്ലേ സാറേ? അതൊക്കെ അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ പറയുന്നതിനകത്ത്? നമ്മൾ പറയുന്നുണ്ടല്ലോ, ശബരിമലയിൽ പോറ്റിയെ കയറ്റുകയും സ്വർണ്ണപ്പാളികൾ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത CPM-ന്റെ സഖാവ് പത്തനംതിട്ടയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത്, മുൻ MLA അറസ്റ്റ് ചെയ്ത്, ഇങ്ങനെ നമ്മൾ വാക്കാൽ പറയുന്നുണ്ടല്ലോ. ഈ ഗദ്യമായിട്ട് പറയുമ്പോൾ അതിന് കുഴപ്പമില്ല, അത് പദ്യമായി പറയുമ്പം കോടതി പോവാന്ന് പറഞ്ഞാൽ എന്ത് 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 വിരോധാഭാസമാണ് അതിനകത്ത് കാണുന്നത്? അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അവർ തോറ്റപ്പോ, അതായത് CPM-ന് ആ പാട്ട് കൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല. എന്നാ പിന്നെ അത് ആ പാട്ടിനെ പിടിച്ചങ്ങ് കയറാം. എന്നിട്ടും ആ വിഷയം ചർച്ചയിലോട്ട് അവർ ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതിൽ ആ തെറ്റ് ചെയ്ത മുൻ MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല. ആ വിഷയങ്ങളിലൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. അവർ നേരത്തെ ഞാൻ പറയുന്ന പോലെ കത്തിയെടുത്ത് കുത്തിയിട്ട് ആ കുത്തിയെ കുറിച്ചല്ല അവർ പറയുന്നത്, ആ കത്തിയെ കുറിച്ചുള്ള വിവരണമാണ് നടത്തുന്നത്. അതാണ് ഇന്ന് CPM-ന്റെ ഒരു നിലപാട്. അത് കേരളത്തിലെ ജനങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. CPM ഇത്തരം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കളഞ്ഞ് സത്യസന്ധമായിട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ, ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളത് പശ്ചിമ ബംഗാളിലേക്കുള്ള യാത്ര അവർ തിരിച്ചിരിക്കുകയാണ്. അത് അവസാന ഘട്ടത്തിൽ അടുത്ത ഈ അസംബ്ലി ഇലക്ഷനോട് കൂടി തീർത്തും കേരളം പശ്ചിമ ബംഗാളായി തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത്.